പാലക്കാട് കള്ളവോട്ട് വിവാദവുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിലിനെതിരെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും രൂക്ഷമായ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് എം.വി. ഗോവിന്ദൻ. കൂടാതെ ഈ വിഷയത്തിൽ പി സരിനെ സംരക്ഷിക്കുന്ന നിലപാടും എം.വി. ഗോവിന്ദന്റെ സംസാരത്തിൽ തന്നെ പ്രകടമാണ്. ഇവിടെ കള്ളവോട്ട് ചേർത്തിട്ടുണ്ടെന്നും അതിന് കാരണക്കാർ പ്രധാനമായും ബി.ജെ.പിയും അതുപോലെ കോൺഗ്രസുമാണെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. കള്ളവോട്ട് ചേർത്ത് ശീലമുള്ള ആളാണ് ഷാഫി പറമ്പിലെന്നും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ വന്ന പ്രശസ്തി തന്നെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി എന്നതാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. കൂടാതെ BLOമാരുടെ സ്വാധീനത്തിലൂടെയാണ് ഇത്തരത്തിൽ കള്ളവോട്ട് രേഖപ്പെടുത്തിയതെന്നും അതിനെതിരെ ശക്തമായ അന്വേഷണം ഉണ്ടാകുമെന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. കൂടാതെ കോൺഗ്രസ് BJP ഡീലിനെ കുറിച്ചും അദ്ദേഹം പരാമർശിച്ചിരുന്നു. വ്യാജ വോട്ടിന്റെ അടിസ്ഥാനം സൈരനൊന്നുമല്ലല്ലോ. സൈന്യം കൃത്യമായിട്ട് ഇന്നലെ തന്നെ പറഞ്ഞല്ലോ, അതിനെതിരായിട്ട് കേസ് കൊടുക്കട്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ട്. അതായത് ഇവിടെ കള്ള വോട്ട് ചേർത്തിട്ടുണ്ട്. ഒന്ന് കോൺഗ്രസ് ആണ്, മറ്റൊന്ന് BJP ആണ്. പിന്നെ എല്ലാവർക്കും അറിയുന്നത് പോലെ ഈ കള്ള വോട്ട് ചേർത്ത് ശീലമുള്ളവരാണ് ഷാഫി പറമ്പലും അതുപോലെ തന്നെ ഇവരെല്ലാം. പ്രത്യേകിച്ച് ഇവിടെയുള്ള രാഹുൽ മാക്കൂട്ടത്തിൻ്റെ പേരിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശസ്തി തന്നെ അദ്ദേഹം പ്രസിഡന്റ് ആവാൻ വേണ്ടി ഐഡന്റിറ്റി കാർഡ് തന്നെ വ്യാജമായിട്ട് ഉണ്ടാക്കിയിട്ട് ജയിച്ച ഒരാളാണെന്നാണ് അയാളുടെ ആദ്യത്തെ പ്രസക്തി. അങ്ങനെയുള്ള ഒരാളാണ് ഇവിടെ വന്നുള്ളത്. അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് പ്രമാണവും അതുപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ ഇപ്പോഴേറ്റവും അവസാനത്തെ കള്ളവോട്ട് ചേർക്കലും ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കലും ഒക്കെ ഇതിൻ്റെയും കൂടി ഭാഗമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തായിരിക്കും ഒരു നടപടി സ്വീകരിക്കുക? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തിയായ നിലപാട് സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ അഭിപ്രായപ്പെട്ടത്. ശക്തിയായ നിലപാട് സ്വീകരിക്കണം. പക്ഷേ കൊടക്കര കേസ് മുതൽ ഇങ്ങോട്ടുള്ള ഓരോ കേസിൻ്റെയും ഭാഗമായിട്ട് കേന്ദ്ര ഏജൻസികൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ BJPക്ക് അനുകൂലമായ സമീപനം മാത്രമാണ്. BJP കള്ള കടത്ത് നടത്തിയാലോ അതുപോലെ തന്നെ കുഴൽപ്പണം കടത്തിയാലോ അവരില്ല. ഇവിടെ ഈ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന പോലെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നാൽ, കള്ള വോട്ട് ചേർത്താൽ അതുപോലെ ഡബിൾ വോട്ട് ചേർത്താൽ അതിനൊന്നും അവർ എതിരില്ല. ആ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരു രാജ്യത്തിൻ്റെ മതനിരപേക്ഷ ഉള്ളടക്കത്തെയും അതിൻ്റെ ഫെഡറൽ സംവിധാനത്തെയും ജനാധിപത്യപരമായ സമൂഹത്തിൻ്റെ ആവശ്യകതയും എല്ലാം തകർക്കുന്ന രീതിയിലുള്ള ഒരു BJP എന്താണോ ആഗ്രഹിക്കുന്നത് അതിനപ്പുറം കടക്കാൻ തയ്യാറില്ലാത്ത ഒരു വിഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവരെല്ലാം മാറുന്നത്. അത് ശക്തിയായ രീതിയിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ വളരെ ഗൗരവപൂർവ്വം ഈ കാര്യങ്ങൾ സംബന്ധിച്ച് പരിശോധിച്ച് ഇരട്ട വോട്ടും അതുപോലെ തന്നെ മറ്റ് പല ഭാഗത്തുള്ള കൂട്ടിച്ചേർത്ത വോട്ടുകളൊക്കെ മാറ്റണം തന്നെയാണ്. പാലക്കാട്ടേക്ക് പുതുതായി ചേർത്തിയ വോട്ടുകളൊക്കെ ആ ചേർത്തിയ ആളുകൾക്കെല്ലാം വോട്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കുമെന്ന രീതിയിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. അത് ഒരവസരം ഒരുക്കില്ല. അതെല്ലാം മുൻകൂട്ടി തീരുമാനിച്ച് ആരാണ് ഈ വോട്ടെല്ലാം ശേഖരിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓരോ പോളിംഗ് ബൂത്തിൻ്റെയും മുമ്പിൽ കൃത്യമായിട്ട് അടയാളപ്പെടുത്തും ആരൊക്കെ ഇവിടെ കള്ള വോട്ട് ചെയ്യാൻ വരുമെന്ന്. ഈ BLOമാരുടെ ഒന്നും സ്വാധീനം ഇല്ലാതെ BLOമാരുടെ സ്വാധീനം കൂടി ചേർത്തുകൊണ്ട് തന്നെയാണ് ഇത് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അത്തരം BLOമാരെ സംബന്ധിച്ച് ആലോചിക്കേണ്ടിയിരുന്നു. അവർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെടും. ഉറപ്പല്ല, ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരക്ഷരമുണ്ടില്ല. BJPക്കെതിരായിട്ടുള്ള ഒരു നിലപാടും സ്വീകരിക്കില്ല. അവരുടെ ഡീലാണത്. കോൺഗ്രസും BJPയും ചേർന്നിട്ടുള്ള ഒരു ഡീലാണ് ഇവിടെ എങ്ങനെയെങ്കിലും ഈ പറയുന്ന മനുഷ്യനെ ജയിപ്പിക്കണം, രാഹുൽ മാക്കൂട്ടത്തിനെ ജയിപ്പിക്കണം എന്നുള്ള രീതിയിലാണ്. ഞങ്ങൾ ഉറപ്പായിട്ട് പറയുകയാണ്, ഈ നിയോജക മണ്ഡലത്തിൽ ഇപ്രാവശ്യം ഇത്തരം കള്ളത്തരം മുഴുവൻ നടത്തിയാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല രീതിയിൽ മുന്നോട്ടേക്ക് വരും, ജയിക്കുകയും ചെയ്യും. പക്ഷേ പോളിംഗ് ബൂത്തുകളിൽ പേരുകളൊക്കെ എഴുതി വെച്ച ആളുകൾ വോട്ട് ചെയ്യാൻ വരാതിരിക്കുമോ? ഈ കാരണം അങ്ങനെ ചേർത്തവരെ എഴുതി വെക്കൽ മാത്രമല്ലല്ലോ, ഒരു ജനകീയമായ ഒരു പ്രതിരോധമല്ലേ അതിന്റെ ഭാഗമായിട്ട് വരുന്നത്. നാണം മാനമുള്ളവരാരും വന്ന് വോട്ട് ചെയ്യോ? തടയൊന്നുമല്ല. സാമൂഹ്യ മാധ്യമത്തിന്റെ മുമ്പിൽ എൻ്റെ വോട്ട് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരിയുള്ള ആള് വന്നിട്ട് വോട്ട് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമല്ലല്ലോ കേരളത്തിൽ. അത് നോക്കാം നമുക്ക്. പല തിരിച്ചൽക്കാടും പുതിയതാണ്. അതിനൊക്കെ പല പരിപാടികളും ഉണ്ട്. ഇലക്ഷന്റെ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ വരുന്ന വോട്ടിനെ ചാലഞ്ച് ചെയ്യാൻ പറ്റും. ചാലഞ്ച് ചെയ്ത വോട്ടായി മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഇലക്ഷൻ കമ്മീഷന്റെ വക്താക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് നോക്കാം നമുക്ക്. ഞാൻ എഴുതി വെക്കൊന്നും പറഞ്ഞിട്ടില്ല. നോക്കാതെ അത് നോക്കി പറയാം. സമാധാനപരമായിട്ട് മാത്രമേ തടയോ അങ്ങനെ വരുന്ന ആളുകളെ തടയാനുള്ള അങ്ങനെ പ്രതിരോധിക്കും. ജനങ്ങൾ തടയണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടൊന്നുമില്ല. ജനങ്ങൾ തടയുമായിരിക്കും. അതാണ് ആരെങ്കിലും എവിടെയെങ്കിലും തടയുന്നെങ്കിൽ ഞങ്ങൾ ഉത്തരവാദിയല്ല. അത് തെറ്റായ രീതിയിലുള്ള എല്ലാ വോട്ടിനെയും ചാലഞ്ച്